നമസ്കാരം. ഒരു യുദ്ധവിമാനത്തിൻ്റെ ശക്തി അതിൻ്റെ വേഗതയിലോ ആകാശത്ത് മണിക്കൂറുകളോളം പറക്കാനുള്ള ശേഷിയിലോ മാത്രം അളക്കാനാകില്ല. ശത്രുവിൻ്റെ പ്രതിരോധ വലയത്തിന് പുറത്തുനിന്ന് തന്നെ കൃത്യമായി ആക്രമിക്കാൻ കഴിയുമോ എന്നതാണ് ആധുനിക വ്യോമയുദ്ധത്തിൻ്റെ ഏറ്റവും നിർണായകമായ ചോദ്യങ്ങളിലൊന്ന്. അതുകൊണ്ട് തന്നെ ഒരു യുദ്ധവിമാനത്തിൻ്റെ ആയുധശേഷി അതിൻ്റെ എഞ്ചിനിനും റഡാറിനും സമാനമായി തന്ത്രപ്രധാനമാണ്. ഇന്ത്യയുടെ തദ്ദേശീയ യുദ്ധവിമാനമായ തേജസ് MK-1A കൂടുതലെണ്ണം ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകുന്ന സാഹചര്യത്തിൽ അതിന് ദീർഘദൂര സൂപ്പർസോണിക് ആക്രമണശേഷി നൽകാൻ കഴിയുന്ന ഒരു പുതിയ മിസൈൽ ആശയം യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ അതിൻ്റെ പ്രതിഫലനം ഒരു ആയുധം കൂടി ചേർക്കുന്നതിൽ ഒതുങ്ങുന്നതായിരിക്കില്ല. ഇന്ത്യയുടെ മുഴുവൻ വ്യോമാക്രമണ തന്ത്രത്തിലും അതിന് മാറ്റം വരുത്താൻ സാധിക്കും. ഇവിടെയാണ് ഡി പ്രൊപ്പൽസ് എന്ന ഇന്ത്യൻ പ്രതിരോധ സാങ്കേതിക കമ്പനിയുടെ ആശയം ശ്രദ്ധേയമാകുന്നത്. RDE സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന വായുവിൽ നിന്ന് ഓക്സിജൻ സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ക്രൂയിസ് മിസൈൽ വികസിപ്പിക്കാനുള്ള ദീർഘകാല പദ്ധതിയെക്കുറിച്ചാണ് കമ്പനി മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഈ മിസൈലിന് മണിക്കൂറിൽ ശബ്ദത്തിൻ്റെ 3 ഇരട്ടിയിലധികം വേഗത കൈവരിക്കാനും ഏകദേശം 200 കിലോഗ്രാം ഭാരമുള്ള വാർഹെഡ് വഹിക്കാനും ബ്രഹ്മോസ് എയുടെ പരിധിയോട് സാമ്യമുള്ള ദൂരപരിധി കൈവരിക്കാനും കഴിയുമെന്നാണ് അവകാശവാദം. അതിലും ശ്രദ്ധേയമായ കാര്യം മിസൈലിൻ്റെ വലിപ്പവും ഭാരവും കുറച്ച് തേജസ് MK-1A പോലെയുള്ള താരതമ്യേന ഭാരം കുറഞ്ഞ യുദ്ധവിമാനങ്ങൾക്ക് വഹിക്കാൻ കഴിയുന്ന രീതിയിലാക്കുക എന്ന ലക്ഷ്യമാണ്. ഇത് നിലവിൽ ഒരു പൂർണ്ണമായും വികസിപ്പിച്ച ആയുധമല്ല, മറിച്ച് പരീക്ഷണ ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ട ഒരു ദീർഘകാല സാങ്കേതിക ആശയമാണ്. എന്നാൽ ഈ ആശയത്തിന് പിന്നിൽ പരീക്ഷിച്ച RDE സാങ്കേതിക വിദ്യ ഉണ്ട് എന്നതാണ് ഇതിനെ വെറും സങ്കല്പത്തിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാന നിരയിൽ സുഖോയ് 30 MKI പോലെയുള്ള ഭാരമേറിയ വിമാനങ്ങൾക്കുള്ള വലിയൊരു നേട്ടം അവയ്ക്ക് വഹിക്കാൻ സാധിക്കുന്ന ആയുധങ്ങളുടെ വലിപ്പവും ഭാരവുമാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഉദാഹരണമാണ് ബ്രഹ്മോസ്. വായുവിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ബ്രഹ്മോസ് ഇന്ത്യൻ വ്യോമസേനയുടെ ദീർഘദൂര സൂപ്പർസോണിക് ആക്രമണശേഷിയിൽ വലിയ മാറ്റം സൃഷ്ടിച്ച ആയുധമാണ്. ഏകദേശം മാക് 3 വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഈ മിസൈലിൻ്റെ വലിപ്പവും ഭാരവും കാരണം സുഖോയ് 30 MKI പോലെയുള്ള വലിയ യുദ്ധവിമാനങ്ങളാണ് പ്രധാനമായും അതിൻ്റെ പ്ലാറ്റ്ഫോമായി ഉപയോഗിക്കുന്നത്. ഇവിടെയാണ് ഒരു പ്രശ്നം വരുന്നത്. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൂടുതൽ തേജസ് MK-1 ലഭിക്കുമ്പോൾ ഈ വിമാനങ്ങൾക്കും സമാനമായ ദീർഘദൂര സൂപ്പർസോണിക് സ്റ്റാൻഡേർഡ് ഓഫ് ആക്രമണശേഷി നൽകാൻ കഴിയുമോ? ബ്രഹ്മോസിനെ നേരിട്ട് തേജസ്സിൽ ഘടിപ്പിക്കുന്നത് പ്രായോഗികമല്ല. മിസൈലിൻ്റെ വലിപ്പവും ഭാരവും വിമാനത്തിൻ്റെ പേലോഡ് ശേഷിയും ഘടനാപരമായ പരിമിതികളും വലിയ വെല്ലുവിളികളാണ്. ഇതിന് പരിഹാരമായി ബ്രഹ്മോസ് NG പോലെയുള്ള ചെറിയ പതിപ്പുകൾ വികസിപ്പിക്കുന്ന ആശയം മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്നാൽ ഡി പ്രോപ്പൽസ് മുന്നോട്ട് വയ്ക്കുന്നത് മറ്റൊരു സമീപനമാണ്. മിസൈലിനെ ചെറുതാക്കുന്നതിന് പകരം അതിൻ്റെ പ്രൊപ്പൽഷൻ സംവിധാനത്തിൽ തന്നെ കൂടുതൽ കാര്യക്ഷമമായ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ചെറിയ വലിപ്പത്തിൽ ആവശ്യമായ പ്രകടനം നേടുക. ഇവിടെയാണ് RDE രംഗപ്രവേശനം ചെയ്യുന്നത്. RDE അഥവാ റൊട്ടേറ്റിംഗ് ഡിറ്റൊനേഷൻ എഞ്ചിൻ ഇപ്പോൾ ലോകമെമ്പാടും വലിയ ഗവേഷണ താല്പര്യം സൃഷ്ടിക്കുന്ന ഒരു പുതിയ പ്രൊപ്പൽഷൻ സാങ്കേതികവിദ്യയാണ്. സാധാരണ ജെറ്റ് എഞ്ചിനുകളിലും റാംജെറ്റ് പോലെയുള്ള സംവിധാനങ്ങളിലും ഇന്ധനം കത്തിക്കുന്ന പ്രക്രിയ പ്രധാനമായും ഡീഫ്ലാഗ്രേഷൻ എന്ന താരതമ്യേന മന്ദഗതിയിലുള്ള ജ്വലന രീതിയിലാണ് നടക്കുന്നത്. എന്നാൽ RDEയിൽ ഡീറ്റൊണേഷൻ വേവ് ഉപയോഗിച്ചാണ് ജ്വലനം നടത്തുന്നത്. ഈ വ്യത്യാസം ചെറുതായി തോന്നിയാലും ഇതിന് എഞ്ചിൻ്റെ കാര്യക്ഷമതയിലും വലിപ്പത്തിലും വലിയ പ്രതിഫലനം ഉണ്ടാക്കാൻ കഴിയും. RDEയുടെ പ്രധാന ആശയം പ്രഷർ ഗെയിൻ കമ്പഷനാണ്. പരമ്പരാഗത കമ്പഷൻ സംവിധാനങ്ങളിൽ ജ്വലനത്തിൻ്റെ ചില സമ്മർദ്ദ നഷ്ടങ്ങൾ സംഭവിക്കാറുണ്ട്. എന്നാൽ ഡിറ്റൊനേഷൻ അടിസ്ഥാനമാക്കിയുള്ള കമ്പഷൻ ഉപയോഗിച്ച് കൂടുതൽ പ്രഷർ ലഭ്യമാക്കാൻ കഴിയുമെന്നതാണ് ഈ സാങ്കേതികവിദ്യയുടെ പ്രധാന ആകർഷണം. ഒരു മിസൈലിൽ ഇന്ധനം വഹിക്കേണ്ട സ്ഥലം പരിമിതമാണ്. മിസൈലിൻ്റെ വലിപ്പം കുറയ്ക്കുമ്പോഴും ദൂരപരിധി നിലനിർത്തണമെങ്കിൽ പ്രൊപ്പൽഷൻ എഫിഷ്യൻസി വർദ്ധിപ്പിക്കണം. അതിനാൽ RDEയുടെ സാങ്കേതിക സാധ്യതകൾ മിസൈൽ ഡിസൈനർമാരെ ആകർഷിക്കുന്നതിൽ അതിശയമില്ല. ബ്രഹ്മോസയുടെ ഏറ്റവും വലിയ ശക്തി അതിൻ്റെ വേഗതയും ദൂരപരിധിയും ആക്രമണ ശേഷിയുമാണ്. പക്ഷേ അതേസമയം അതിൻ്റെ വലിപ്പവും ഭാരവും ഒരു പരിമിതിയാണ്. ഏകദേശം 2.5 ടൺ മുതൽ 2.9 ടൺ വരെ ഭാരമുള്ള ബ്രഹ്മോസ് A പോലെയുള്ള ആയുധം വഹിക്കാൻ വലിയ ഘടനാപരമായ ശേഷിയുള്ള യുദ്ധവിമാനം ആവശ്യമാണ്. സുഖോയ് 30 MKI ഇതിന് അനുയോജ്യവുമാണ്. എന്നാൽ ഇന്ത്യയുടെ എല്ലാ യുദ്ധവിമാനങ്ങൾക്കും സുഖോയ് പോലെയുള്ള വലിപ്പമില്ല. തേജസ് MK-1A താരതമ്യേന ചെറിയതും ഭാരം കുറഞ്ഞതുമായ വിമാനമാണ്. അതിൻ്റെ വലിയ നേട്ടം തന്നെ അതിൻ്റെ വലിപ്പവും ചെലവും പ്രവർത്തന സൗകര്യവുമാണ്. അതുകൊണ്ട് തേജസ്സിന് ബ്രഹ്മോസ് A പോലെയുള്ള വലിയ മിസൈൽ നൽകുക എന്നതിന് പകരം തേജസ്സിൻ്റെ ശേഷിക്ക് അനുയോജ്യമായ പുതിയ തലമുറ സ്റ്റാൻഡ് ഓഫ് ആയുധം നൽകുക എന്നതാണ് കൂടുതൽ യുക്തിസഹമായ സമീപനം. തേജസ് MK-1Aയ്ക്ക് ദീർഘദൂര സൂപ്പർസോണിക് സ്റ്റാൻഡ് ഓഫ് മിസൈൽ വഹിക്കാൻ കഴിയുന്ന സാഹചര്യം വന്നാൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഓപ്പറേഷൻ ഫ്ലെക്സിബിലിറ്റി ഗണ്യമായി വരും. ഇപ്പോൾ വലിയ ദൂരപരിധിയിലുള്ള ഭാരമേറിയ ആക്രമണ ദൗത്യങ്ങൾക്ക് വലിയ വിമാനങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ
ഭാരം കുറഞ്ഞതും കൂടുതൽ എണ്ണത്തിൽ വിന്യസിക്കാനാവുന്നതുമായ തേജസ് വിമാനങ്ങൾക്കും ഇത്തരം ദൗത്യങ്ങളിൽ പങ്കാളികളാകാൻ കഴിയും. ഇതിൻ്റെ ഏറ്റവും വലിയ നേട്ടം എണ്ണം തന്നെയായിരിക്കും. ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ കുറച്ച് മിസൈലുകൾ വഹിക്കുന്നതിന് പകരം നിരവധി ചെറിയ വിമാനങ്ങളിൽ ദീർഘദൂര മിസൈലുകൾ വിന്യസിക്കാൻ കഴിയുമെങ്കിൽ ആക്രമണത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കും. ശത്രുവിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് മുന്നിൽ കൂടുതൽ ലക്ഷ്യങ്ങളും കൂടുതൽ ആക്രമണ പാതകളും സൃഷ്ടിക്കാൻ സാധിക്കും. ഇത് സാച്ചുറേഷൻ അറ്റാക്ക് എന്ന ആശയവുമായി ബന്ധപ്പെട്ടതാണ്. ബ്രഹ്മോസ് പോലുള്ള അത്യാധുനിക മിസൈലുകൾക്ക് വലിയ ശേഷിയുണ്ടെങ്കിലും അവയുടെ യൂണിറ്റ് ചെലവ് ഉയർന്നതാണ്. അതിനാൽ എല്ലാ സാഹചര്യങ്ങളിലും ഏറ്റവും വില കൂടിയ മിസൈൽ ഉപയോഗിക്കുക എന്നത് സാമ്പത്തികമായി കാര്യക്ഷമമായ തന്ത്രമല്ല. വലിയ തന്ത്രപ്രധാന ലക്ഷ്യങ്ങൾക്കായി വിലയേറിയ ആയുധങ്ങൾ സംരക്ഷിക്കുമ്പോൾ കുറഞ്ഞ ചെലവിൽ കൂടുതൽ എണ്ണം വിന്യസിക്കാവുന്ന മിസൈലുകൾ ഉപയോഗിക്കാം എന്നതാണ് ഡീപ്രൊപ്പൽസ് മുന്നോട്ട് വയ്ക്കുന്ന ആശയം. ഒരു യുദ്ധത്തിൽ ശത്രുവിൻ്റെ പ്രതിരോധ സംവിധാനത്തെ നേരിടുമ്പോൾ ഒരു വലിയ മിസൈൽ മാത്രം അയക്കുന്നതിന് പകരം വ്യത്യസ്ത ശേഷിയുള്ള നിരവധി ആയുധങ്ങൾ ഉപയോഗിക്കുന്ന തന്ത്രം കൂടുതൽ ഫലപ്രദമാകാം. ഇവിടെ RDE അടിസ്ഥാനമാക്കിയുള്ള മിസൈലുകൾക്ക് ഒരു പുതിയ സ്ഥാനമായിരിക്കും ലഭിക്കുക. ഒരു RDE എഞ്ചിൻ വിജയകരമായി പ്രവർത്തിച്ചതുകൊണ്ട് ഒരു പുതിയ തലമുറ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ നാളെ തന്നെ തേജസ് MK-1A ചിറകിനടിയിൽ എത്തുമെന്ന് കരുതാനാവില്ല. അതിനിടയിൽ വർഷങ്ങളോളം പരീക്ഷണങ്ങളും ഡിസൈൻ മാറ്റങ്ങളും പരീക്ഷണങ്ങളും വേണ്ടിവരും. എന്നാൽ അതുകൊണ്ട് ഈ ആശയത്തിൻ്റെ പ്രാധാന്യം കുറയുന്നുമില്ല. ബ്രഹ്മോസയുടെ ഏറ്റവും വലിയ പരിമിതി വലിയ വലിപ്പവും ഭാരവുമാണ്. അതേ ശേഷിയുടെ ഒരു ഭാഗമെങ്കിലും RDE പോലുള്ള ചെറിയ പ്രൊപ്പൽഷൻ ടെക്നോളജി ഉപയോഗിച്ച് ചെറിയ പാക്കേജിലേക്ക് ചുരുക്കാനായാൽ ഇന്ത്യക്ക് പുതിയൊരു ആയുധ വിഭാഗം തന്നെ സൃഷ്ടിക്കാൻ സാധിക്കും. അത് തേജസ് MK-1A തന്ത്രപ്രധാനമായ മൂല്യം വർദ്ധിപ്പിക്കും. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൂടുതൽ എണ്ണത്തിൽ ലഭിക്കുന്ന തദ്ദേശീയ യുദ്ധവിമാനങ്ങൾ വെറും എയർ ഡിഫൻസ് അല്ലെങ്കിൽ ടാക്ടിക്കൽ സ്ട്രൈക്ക് പ്ലാറ്റ്ഫോമായി മാത്രം നിൽക്കാതെ ദൂരെ ഇരുന്ന് ശത്രുവിൻ്റെ തന്ത്രപ്രധാന ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിവുള്ള പ്ലാറ്റ്ഫോമായി മാറും. അതിലും വലിയ കാര്യം, ഈ ആശയം ഇന്ത്യയുടെ പ്രതിരോധ സാങ്കേതിക വിദ്യയിലെ മറ്റൊരു മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നതാണ്. ഒരു കാലത്ത് അത്യാധുനിക മിസൈൽ സാങ്കേതിക വിദ്യ സർക്കാർ സ്ഥാപനങ്ങളുടെയും വൻ പ്രതിരോധ കമ്പനികളുടെയും പരിധിയിലായിരുന്നു. ഇന്ന് RDE പോലെയുള്ള അതീവ സങ്കീർണമായ പ്രൊപ്പൽഷൻ ടെക്നോളജിയിൽ ഇന്ത്യൻ സ്വകാര്യ ഡീപ് ടെക് കമ്പനികൾ പരീക്ഷണം നടത്തുന്നു. ഇന്ന് സുഖോയ് 30 MKക്ക് മാത്രം സാധ്യമാകുന്ന തരത്തിലുള്ള ദീർഘദൂര സൂപ്പർസോണിക് ആക്രമണശേഷി നാളെ തേജസ് പോലുള്ള ഭാരം കുറഞ്ഞ യുദ്ധവിമാനങ്ങൾക്കും ലഭിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കാനായാൽ ഇന്ത്യയുടെ ആക്രമണ ശേഷിയെ തന്നെ അത് മാറ്റിമറിക്കും. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണ്ണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.